മറുപടി പറയേണ്ടത് ഇവിടെ ശ്രീജിത്ത് പണിക്കർ അവതരിപ്പിച്ച വളരെ ഷുഗർ കോട്ടഡ് ആയിട്ട് ഇതൊരു പ്രത്യേകതരം സൂക്കേടാണ്. ഇവിടെ ശ്രീ നജ്മ ഞാൻ ഷുഗർ കോട്ട് ചെയ്ത് സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. ഫാഷിസ്റ്റ് മൂവ്മെന്റ് എന്ന് ബ്രാൻഡ് ചെയ്യാനുള്ള ഒരു ശ്രമത്തെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ല, ഫാഷിസത്തിനെ ഫാഷിസം എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അല്ല, നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർ ഫാഷിസ്റ്റ് മുദ്രാവാക്യങ്ങളും അവരുടെ മുദ്രാവാക്യങ്ങളായിട്ട് അത് പറയുമ്പോൾ അത് കുഴപ്പമില്ല. മറ്റുള്ള ആൾക്കാർ പറയുന്നത് മാത്രമാണ് ഫാഷിസം എന്ന ലൈൻ സ്വീകരിക്കരുത്. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? ഇതാരാണ് സംസാരിക്കുന്നത്? എന്നോട് നിരന്തരം എന്നോണം കണ്ടുകൊണ്ടിരിക്കുന്ന മീഡിയ എന്ന് പറയുന്നത് വളരെ പ്രൊപ്പഗണ്ട മീഡിയ ആണ്. ആ മീഡിയയെ കണ്ടുകൊണ്ടിരിക്കുന്ന, മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗവേണൻസിനെ കണ്ടുകൊണ്ടിരിക്കുന്ന, അവസര സമത്വമില്ലാത്ത ഒരു നാടിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനത അതിനെതിരെ പ്രതികരിക്കുക സ്വാഭാവികമാണ്. ഈ ആൾക്കാർക്ക് നിയമങ്ങളെക്കുറിച്ചും ഭരണത്തിനെക്കുറിച്ചും ജനാധിപത്യത്തിനെ കുറിച്ചും എത്രത്തോളം ബോധ്യമുണ്ട് എന്ന് അവർ പറഞ്ഞിരിക്കുന്നത് ബേസിക്കലി ഒരു ഫാഷിസ്റ്റ് സ്റ്റെപ്പാണ്, ഏകപക്ഷീയമായിട്ടുള്ള ഒരു തീരുമാനം. ആ വിവരക്കേടിനെ ഉൾപ്പെടെ ന്യായീകരിക്കാനായിട്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒരു പ്രതിനിധി ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യ ബോധത്തിന്റെ ശോച്യാവസ്ഥയാണ് കാണിക്കുന്നത്. ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട വിധിയിൽ ഒരു പക്ഷേ ഒരു നീതി അല്ലാത്ത വിധി പുറപ്പെടുവിക്കുന്നു. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. തെരഞ്ഞെടുപ്പ് ജയത്തിന് ശേഷം ഇടുക്കിയിൽ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ വിദ്വേഷ മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയും ശബ്ദം ബഹളം വെച്ച് ഇല്ലാതാക്കണ്ട. അവരോട് ഉണ്ടാക്കുന്ന പ്രസ്താവനയാണ്. എന്റെ സമയത്ത് ഞാൻ സംസാരിക്കട്ടെ. കേരളത്തിലെ നിയമങ്ങൾ ഇനി ലീഗ് പറയും എന്ന് പറഞ്ഞപ്പോ നജ്മയുടെ ജനാധിപത്യ ബോധം എവിടെ പോയി എന്നുള്ളതാണ് എന്റെ ചോദ്യം. അവരോട് മിണ്ടാതിരിക്കാൻ പറയും. ഇവിടെ അടങ്ങി ഒതുങ്ങി നിന്നോണം, മരക്കഴുത. കേൾക്കുന്നില്ല. രാജ്യസഭയിലേക്ക് പോയപ്പോ ലീഗ് വായിൽ വെള്ളം ഒഴിച്ചു മിണ്ടാതിരിക്കായിരുന്നു നജ്മ. ചിരിച്ച് ചിരിച്ച് ഇങ്ങനെ നിൽക്കണം. എങ്ങനെ? ഇങ്ങനെ.